ഷുവർ. ഇത് ഞാൻ മറ്റേ പ്രസ്റ്റീജിന്റെ കടയിൽ നിന്ന് ബിരിയാണി വെക്കാൻ വാങ്ങിയ പാത്രമാണ്. നീര് മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു, എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. ഓസിയുടെ ചിക്കൻ കറി കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. വെരി 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 ഹംഗ്രി. കഴിച്ചു നോക്കിട്ട് പറ, അമ്മയുടെ അടുത്ത്. കൊടലല്ലേ വയറ്റിയിരിക്കുന്ന. നോക്കി കണ്ടു നിന്ന തനിക്ക് നല്ലത്. ഈ സ്ഥലം അത്ര ശരിയല്ല. അശ്വിൻ അവിടെ ഭയങ്കര പോസ്റ്റ് അടിച്ചിരുന്നിട്ട് ഭയങ്കര ദയനീയമായിട്ട് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അടിപൊളി ഓസി. ശരിക്കും ഈ വർഗീസേ, നീ ഇതൊന്നും ആഗ്രഹിക്കണ്ട. തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. ഇതിനകത്ത് അശ്വിന്റെ മുഖം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു കേട്ടോ. അതുപോലെയാണ് പുള്ളിയുടെ ആ ഒരു മുഖത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത്. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, എന്താണ് കരച്ചിലും വരുന്നുണ്ട്. ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ മാറട്ടെ. ഇവന്റെ കോമഡി കണ്ട വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കാം. വലിയ കുട്ടിക്ക് കാല് വേണ്ട. ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ. വലിയ കുട്ടിക്ക് കാല് വേണ്ട. അതെന്നാ വർത്താനം അവിടെ പറയണത്? തെമ്മാടിത്തരം കാണിക്കുന്നതിന് ഒരു അതിരില്ലേ? വെറുതെ ഒരു എന്താ പറയാ ലൂസ് ടോക്ക് പോലെ പറയുന്നതായിരിക്കാം. കുറച്ച് ഓവറായി. പക്ഷെ നമ്മള് ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് പറയുന്ന ചില തമാശകള് എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പക്ഷേ നിശാനിക്കും കൂടെ അല്ലേ ഉള്ളൂ, എനിക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യുമല്ല. ഇക്കങ്കാല് കാണാതെ കിടക്കുന്നൊരു പെങ്കൊച്ച്, എന്റെ പൊന്നടാബി സമ്മതിച്ചേട്ടാ. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടേ? ശരിക്കും സാറിന് ഇൻസൾട്ട് ചെയ്യാ. ഏറ്റെടുത്തു പോയി, അതുകൊണ്ട് വിഴുപ്പ് കെട്ടി ചുമക്കാൻ ഞാൻ. എരിവാണല്ലേ മെയിൻ? അല്ല, അശ്വിൻ എരിവല്ലേ മെയിൻ എന്ന്. ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. ഈ ഒരു ഏരിയയിലുണ്ട് തന്നെ കിട്ടിയ. എന്റെ മനസ്സിന് കാല് കൊടുക്കണേ. ഇഷാനി ബുക്ക് ചെയ്തു, അശ്വിനി ബുക്ക് ചെയ്തു. ഇത് എന്റെ കൊച്ചിന് സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഈ സീനായിട്ട് ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു തന്നെ. വലിയ കുട്ടിക്ക് കാല് വേണ്ട. എന്റെ നാവങ്ങ് ചൊറിഞ്ഞേറി വന്നതാ. ഇപ്രാവശ്യം കൂടി ഒന്ന് ക്ഷമിക്കും. ഓൾ അങ്ങനെ ഇപ്പൊ എന്താ ചെയ്യാ? കുട്ടികളെ മനസ്സിലാക്കി